ഒരു കര കാണിക്കണേ. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ പി.സി. ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം വെട്ടാൻ ഗോവ ഗവർണർ പി.എസ്. ശ്രീധരൻപിള്ളയെ രംഗത്തിറക്കാൻ ബി.ജെ.പി. ഈ റാങ്ക് കിട്ടിയ വിവരം കേരള നാട് തന്നെ ആദ്യം അറിയിക്കണമെന്ന് ഞങ്ങൾക്ക് വളരെ നിർബന്ധമുണ്ടായിരുന്നു. കാലാവധി പൂർത്തിയാകാൻ 6 മാസം ബാക്കി നിൽക്കെ ഗവർണർ സ്ഥാനം ഒഴിയാൻ ശ്രീധരൻപിള്ള സന്നദ്ധത അറിയിച്ചു. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, പാപ്പൻ എന്തെങ്കിലും നമ്പർ ഇടും. കുമ്മനം രാജശേഖരൻ പിന്മാറിയതോടെയാണ് സംസ്ഥാന നേതൃത്വം പുതിയ സാധ്യത തേടുന്നത്. എന്ന് പറഞ്ഞ് എന്നെ ഇവിടുന്ന് നടത്തിച്ച് വിടാനുള്ള നിങ്ങളുടെ ഉദ്ദേശം നടക്കില്ല. സംസ്ഥാന ഘടകം നൽകിയ 3-അംഗ പട്ടികയിൽ പ്രഥമ പരിഗണന പി.എസ്. ശ്രീധരൻപിള്ളയ്ക്കാണ്. വർത്താനം പറയരുത്. സഭയിലും NSS ആസ്ഥാനത്തും സ്വാധീനമുള്ള ശ്രീധരൻപിള്ള പത്തനംതിട്ടയിലെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എന്നാണ് കണക്കുകൂട്ടൽ. ഇല്ലാത്ത പരിചയം കാട്ടി ഓരോരോ ഹമാറുകൾ വലിഞ്ഞു കയറും കേരളക്കാരെ പറയിപ്പിക്കാൻ. മേലാലിന്റെ പൂടിയന്റെ ചുറ്റുവട്ടത്തിലെങ്ങാനും കണ്ടാൽ അന്റെ കാൽ അടിച്ചിട്ട് ഞാൻ എൽഷേപ്പാക്കും. പി.സി. ജോർജിനെ വെട്ടാൻ സംസ്ഥാനത്തിന്റെ പട്ടികയിൽ ശ്രീധരൻപിള്ളയെ ഉൾപ്പെടുത്തിയെന്ന വിമർശനവും ഉയരുന്നുണ്ട്. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി വെക്കണം. ഗവർണർ പദവി ഒഴിയാൻ ശ്രീധരൻപിള്ള സന്നദ്ധത അറിയിച്ചു. ഒക്ടോബറിൽ ശ്രീധരൻപിള്ളയുടെ ഗവർണർ കാലാവധി പൂർത്തിയാകും. രാഷ്ട്രീയത്തിൽ വീണ്ടും സജീവമാകാനുള്ള അവസരമായാണ് ശ്രീധരൻപിള്ള സ്ഥാനാർത്ഥിത്വത്തെ കാണുന്നത്. മാറ്റി പറയാൻ പറ്റും, എനിക്കിങ്ങനെ അറിയുള്ളൂ. കുമ്മനം രാജശേഖരൻ മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പട്ടികയിൽ രണ്ടാമതായി ശോഭാ സുരേന്ദ്രന്റെ പേരാണ് ഉൾപ്പെടുത്തിയത്. കൊല്ലത്തും പത്തനംതിട്ടയിലും ശോഭാ സുരേന്ദ്രൻ പരിഗണനയിലുണ്ട്. പട്ടികയിൽ 3-മതായി പി.സി. ജോർജിന്റെ പേരും സംസ്ഥാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജനപക്ഷം ലയിച്ചതിന്റെ ഉപാധിയായി പത്തനംതിട്ട സീറ്റ് പി.സി. ജോർജിന് കേന്ദ്ര നേതൃത്വം വാഗ്ദാനം ചെയ്തിരുന്നു. വെറും വാഗ്ദാനം കിട്ടുകയില്ല, അതുകൂടെ മനസ്സിലായില്ലേ. വരൂ. എന്നാൽ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള സമ്മർദ്ദത്തിന്റെ ഭാഗമായാണ് മികച്ച 2 സ്ഥാനാർത്ഥികളെ ഉൾപ്പെടുത്തി ബി.ജെ.പി. സംസ്ഥാന ഘടകം പട്ടിക തയ്യാറാക്കിയത്. സംശയമൊന്നുമില്ലല്ലേ? നമ്മുടെ കാര്യം തന്റെ കാര്യം ഞാനെടുത്ത് ചർച്ചയ്ക്ക് വെച്ചതും തുടങ്ങിയെല്ലാം കൂടെ ബി.ജെ.പിക്കായിരുന്നു ഏറ്റവും വലിയ കുഴപ്പം. തനിക്ക് അറിയാവുന്നല്ലേ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കുന്നത്?